പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഭാഷിതങ്ങൾ 24:17-18 വാക്യങ്ങൾ. ശത്രുവിൻ്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത്, അവൻ തട്ടി വീഴുമ്പോൾ സന്തോഷിക്കുകയുമരുത്. സന്തോഷിച്ചാൽ കർത്താവിന് നിന്നോട് അപ്രീതി തോന്നുകയും നിന്റെ ശത്രുവിൽ നിന്ന് തൻ്റെ കോപം അകറ്റിക്കളയുകയും ചെയ്യും. ആമേൻ. യേശുവിൽ പ്രിയരെ, നമ്മുടെ മനസ്സ് നോവിച്ചവരോട് ക്ഷമിക്കാൻ നമുക്ക് പ്രയാസം തോന്നുകയും നാം അവരെ പലപ്പോഴും ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. നമ്മെ നോവിച്ചവർക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കരുത് എന്ന് ദൈവം നമ്മോട് ഇന്നത്തെ വചനത്തിലൂടെ പറയുന്നു. അവരുടെ ഇടർച്ചകളിൽ സന്തോഷിക്കരുതെന്നും സന്തോഷിച്ചാൽ ദൈവത്തിന് നമ്മോടാണ് അപ്രീതി തോന്നുകയെന്നും അതുവഴി അവിടുന്ന് അവരിൽ നിന്ന് കോപം അകറ്റിക്കളയുമെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെയെന്ന് ഓരോ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഉരുവിടുന്ന നമുക്ക് നമ്മുടെ ഈശോ പഠിപ്പിച്ച സമ്പൂർണ്ണമായ ആ പ്രാർത്ഥന പോലെ ആരെയും ശത്രുസ്ഥാനത്ത് നിർത്താത്ത, വെറുപ്പ് വെച്ച് പുലർത്താത്ത പൂർണ്ണരായ മനുഷ്യരായി ജീവിക്കുവാൻ വേണ്ട ഹൃദയ നൈർമല്യം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.